ഹായ് വൺ, നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 31 അധ്യായമാണ്. എക്സോഡസ് ചാപ്റ്റർ 31. അവിടെ ദൈവം ശബത്തിനെ പറ്റി ദൈവം പറയുന്നു. ആദ്യമേ തന്നെ ദൈവം 2 പേരെ അവിടെ തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മോശയുടെ അരുളി ചെയ്യുന്നതാണ്. ആ പണികൾ ചെയ്യുവാനായിട്ടൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ളതിൻ്റെ ആ ഓൾട്ടറിൻ്റെ പണി ചെയ്യാനും അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ദൈവം 2 പേരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ബസലേൽ എന്ന ഒരാളും മറ്റേത് ഹോലിയാബ് എന്ന വ്യക്തി. ഇവർ 2 പേരെയും കൊണ്ടും കൂടെ ദൈവം ഈ പണികളൊക്കെയും ചെയ്യുവാനായിട്ട് ദൈവം അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവം വേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർക്ക് ഈ സ്കില്ലൊക്കെയും അവർക്ക് ഈ കാര്യങ്ങളൊക്കെയും നല്ലതായിട്ട് ചെയ്യുവാനായിട്ടുള്ള ആ ജ്ഞാനവും കഴിവും ഒക്കെയും ദൈവം തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം ദൈവം അവിടെ പറയുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ അതെന്ത് വണ്ടർഫുള്ളാണ് എന്നെല്ലാവരും കാണും. അപ്പോൾ അതിൻ്റെ ആ ക്രെഡിറ്റ് ഈ ചെയ്തവർക്ക് പോകാതെ ദൈവത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ്. അല്ലെങ്കിൽ ആ മഹത്വം, ആ ചെയ്തതിൻ്റെ മഹത്വം ആ വ്യക്തികൾക്ക് പോകാതെ, ആ 2 വ്യക്തികൾക്ക് പോകാതെ ദൈവത്തിന് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിനാണ് ദൈവം പറയുന്നത്. ഞാനാണ് അവർക്ക് കഴിവ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം, ഞാനാണ് അവർക്ക് ജ്ഞാനം കൊടുത്തിരിക്കുന്നത് എന്ന് ദൈവം അവിടെ മോശയോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്കും ബോസ്റ്റ് ചെയ്യാൻ നമ്മളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവും നമുക്ക് കിട്ടിയ ടാലൻറ്റും അതൊക്കെയും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അല്ലാതെ നമ്മൾ സ്വയമായിട്ട് നമുക്ക് എവിടെ നിന്നെങ്കിലും വരുന്നതല്ല. ദൈവം നമുക്ക് തരുന്നതാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ടാലൻറ്റ്, നമുക്ക് തന്ന ഗിഫ്റ്റും നമുക്കുള്ള കഴിവുകളൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും അതിനുള്ള ക്രെഡിറ്റ് നമ്മൾ എടുക്കരുത്. പകരം നമ്മൾ ദൈവത്തിനാണ് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ സ്വയം റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ദൈവം ശബത്തിൻ്റെ കാര്യം പറയുന്നു. ദൈവം പറയുന്നത് 6 ദിവസം വർക്ക് ചെയ്യുക, 1 ദിവസം റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ശബത്ത് എന്നുള്ള ദൈവത്തിൻ്റെ മാത്രമായിട്ട് വെച്ചിരിക്കുന്ന ദിവസമാണ്. ദൈവം ശുദ്ധീകരിച്ചൊരു ദിവസമാണ്. ദൈവം തന്നെ പറഞ്ഞു, ഞാൻ 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു, 7 ദിവസം റെസ്റ്റ് എടുത്തു. അതുപോലെ തന്നെ നിങ്ങളും 6 ദിവസം വേല ചെയ്യുക, 7 ദിവസം റെസ്റ്റ് എടുക്കുക. അത് ദൈവത്തിന് വേണ്ടിയുള്ള ദിവസമാണ്, അത് വിശുദ്ധീകരിക്കപ്പെട്ട ദിവസമാണ്. അപ്പോൾ ദൈവം പറയുകയാണ്, അത് ബ്രേക്ക് ചെയ്യുന്നവർ മരണശിക്ഷ അനുഭവിക്കണം എന്നുള്ള കാര്യമാണ് ദൈവം അവിടെ പറയുന്നത്. അപ്പോൾ ദൈവം ശബത്തിനെ അത്രമാത്രം സീരിയസ് ആയിട്ട് ദൈവം എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ 6 ദിവസം വർക്ക് ചെയ്യുന്നു, 7 ദിവസം നമ്മൾ ദൈവത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ദിവസമാണ്. അതിനർത്ഥം ബാക്കിയുള്ള 6 ദിവസം നമ്മൾ ദൈവത്തിൻ്റെ അല്ലെന്നല്ല, പകരം ഈ 7 ദിവസം അത് പ്രത്യേകമായിട്ട് ദൈവത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതാണ് ശബത്ത് എന്ന അവർ അന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ആ ഒരു ദിവസം, അവർ ജോലിയൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കുന്ന ഒരു ദിവസം. അപ്പോൾ ദൈവം അത് കണ്ടു. അപ്പോൾ നമ്മളിൽ നിന്നും ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് സെയിം കാര്യം തന്നെ. നമ്മൾ 6 ദിവസം അല്ലെങ്കിൽ 5 ദിവസം നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ചുള്ള ആ ഡേയ്സ് നമ്മൾ വർക്ക് ചെയ്യുക, ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഡേ അതിനായിട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക. ദൈവത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ദിവസം നമ്മൾ അതിനായിട്ട് തന്നെ വെച്ചിരിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ചിന്ത നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.